ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിൻ്റെ മുഖമെന്നർത്ഥം വരുന്ന ഒരു സ്ഥാപനം പെനുവേൽ ഫൗണ്ടേഷൻ അഥവാ കരുതൽ വീട്. അവിടെ നിരാലംബരായ വൃദ്ധ മാതാപിതാക്കൾ സനാഥരായി കരുതൽ വീടിൻ്റെ ജന്മികളായി ജീവിക്കുന്നു. അനാഥൻ എന്ന വാക്ക് കരുതൽ വീടിൻ്റെ നിഘണ്ടുവിലില്ല. അതുകൊണ്ട് തന്നെ ഇത് അനാഥത്വം പേറുന്ന ഒരു സ്ഥലവുമല്ല. ഇവിടുത്തെ മാതാപിതാക്കളുടെ അഭിമാനം സൂക്ഷിക്കാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ അത് നമ്മോട് വിളിച്ചു പറയുകയും ചെയ്യും. നാം കാണുന്ന ഈ മനോഹാരിത പ്രകൃതിയെ നോവിക്കാതെ മെനഞ്ഞെടുക്കാൻ പെനുവേൽ ഫൗണ്ടേഷൻ 2 വർഷം സമയമെടുത്തു. ഇപ്പോൾ സന്ദർശകർ പറയുന്നത് ഇത് ഒരു റിസോർട്ട് പോലെയാണ്. ഇവിടുത്തെ നിവാസികൾ പറയുന്നത് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ ഇങ്ങനെ പരിചരിച്ചിട്ടേയില്ല. പ്രിയ മാതാപിതാക്കളെ പരിചരിക്കുന്ന ജോലിക്കാർ ഇവിടില്ല. സ്വന്തം മാതാപിതാക്കളെപ്പോലെ അവരെ സ്നേഹിക്കുന്ന മനസ്സുള്ളവർക്ക് മാത്രം ജോലി കൊടുക്കുകയാണ്. അഥവാ ഇവിടെ ജോലിക്കാരെ വേണ്ട, സ്നേഹം വിളമ്പുവാൻ കഴിയുന്നവർക്ക് ജോലി കൊടുക്കുക എന്നതാണ് പെനുവേലിൻ്റെ നയം. സ്വാഭാവികമായി ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആരാണ് ഇതിൻ്റെ ശില്പി? എന്താണ് അവരുടെ ഉദ്ദേശം? തൃശ്ശൂർ നിവാസികളായ ബാബു ലൗലി ദമ്പതികളുടെ വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹം അവരെ വ്യത്യസ്തമായ ഒരു ജീവകാരുണ്യ മന്ദിരത്തിൻ്റെ സ്ഥാപകരാക്കി മാറ്റി. നിരാലംബരായ വൃദ്ധമാതാപിതാക്കൾക്ക് പൂർണ്ണ അഭിമാനത്തോടെ ഒരു കൂട്ടുകുടുംബം പോലെ ജീവിക്കാൻ ഒരൊറ്റ വീട്, അതായിരുന്നു അവരുടെ സ്വപ്നം. അതിനായി തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി കുറ്റിക്കാട് എന്ന ഗ്രാമത്തിലെ ഒരു കൊച്ചു കുന്ന് ഈ കുടുംബത്തിൻ്റെ സ്വന്തം അധ്വാന ഫലത്തിൽ നിന്ന് മാറ്റിവെച്ച തുക കൊണ്ട് വാങ്ങിയെടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ വാങ്ങിയെടുത്ത 2.25 ഏക്കർ സ്ഥലം 2 വർഷത്തെ ശ്രമഫലമായി 18,000 ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുന്നതിലേക്ക് അവരെ എത്തിച്ചു. 2019 ഓഗസ്റ്റ് മാസം 17-ാം തീയതി 2 അമ്മമാരെ പൊന്നാടയണിയിച്ച് ചെയർമാൻ ശ്രീ ബാബു ചെറിയാനും ഭാര്യ ലൗലിയും അവരെ ബഹുമാനത്തോടെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ പെനുവേൽ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 2 അമ്മമാരിൽ ആരംഭിച്ച സ്ഥാപനം ഇപ്പോൾ 29 വൃദ്ധരായ മാതാപിതാക്കൾ വസിക്കുന്ന ഒരു മനോഹര സ്ഥലമായി മാറി. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, 24 മണിക്കൂർ നേഴ്സുമാർ, ആംബുലൻസ് അടക്കമുള്ള വാഹന സൗകര്യങ്ങൾ, പ്രത്യേക ഷെഫുമാർ, വസ്ത്രം കഴുകാനും ശുചീകരണ ജോലിക്കുമായി പ്രത്യേക ജീവനക്കാർ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളോട് ഒട്ടും അകലം പാലിക്കാതെ സ്ഥാപനം അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങി. നിയമപരിരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കരുതൽ വീട് സർക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ നിയമങ്ങളും ബഹുമാനത്തോടെ പാലിക്കുകയും ATG 12A ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ അംഗീകാരം, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന നിബന്ധനകൾ ഇവയെല്ലാം പാലിക്കുന്നതിൽ മുൻപിലെത്തിയിരിക്കുന്നു. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ പെനുവേലിലെ നല്ല പ്രവർത്തനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. പെനുവേലിൻ്റെ 2 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ ഭവനരഹിതരായ 4 പേർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകിയും വിശപ്പിൻ്റെ വിളി അറിഞ്ഞവരെ തേടിയെത്തി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയും ചെയ്തതിൽ പെനുവേൽ ശ്രദ്ധ പുലർത്തി. നിങ്ങളുടെ ആഘോഷങ്ങൾ കരുതൽ വീട്ടിലെ മാതാപിതാക്കളോടൊപ്പം പങ്കിടാം. വിവാഹം, വിവാഹവാർഷികം, ജന്മദിനം, വിജയങ്ങൾ, ഉത്സവങ്ങൾ എന്നീ സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സന്തോഷം ഞങ്ങളുമായിട്ടും പങ്കുവെക്കാം. അതൊരു ഔദാര്യമായി അല്ല, അനുഗ്രഹമാണെന്ന് ചിന്തിക്കുന്നവർ മാത്രമേ ഞങ്ങളെ വിളിക്കാവൂ. പെനുവേൽ ഫൗണ്ടേഷനിൽ പ്രവേശനം ലഭിക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ചില മനസ്സുകളിലൊക്കെ ചോദ്യങ്ങൾ ഉയരും. എവിടെയും പ്രവേശനത്തിൻ്റെ മാനദണ്ഡം യോഗ്യതകളാണ്. പഠനമാവട്ടെ, ജോലിയാകട്ടെ, വീടിന് ലോൺ ലഭിക്കുകയാകട്ടെ,
പുതിയ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുകയാകട്ടെ. എന്നാൽ ഇവിടെ ഭൂമിയിൽ എനിക്ക് പാർക്കാൻ ഒരിടമില്ല, നോക്കാൻ ആരുമില്ല, പണമില്ല, ആരോഗ്യമില്ല എന്ന് ചിന്തിക്കുന്ന, സ്വയം വിലപിക്കുന്ന അങ്ങനെയുള്ളവരുടെ സ്വന്തം വീടാണ് പെനുവേൽ അഥവാ ദൈവത്തിൻ്റെ മുഖം. പെനുവേൽ ഫൗണ്ടേഷൻ അഥവാ കരുതൽ വീടിന് ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായി വൃദ്ധ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാക്കി തീർക്കുക എന്നതും ഞങ്ങളുടെ ഭാവി സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ മുഖമല്ല, അത് ചൂണ്ടിക്കാണിക്കുന്നവർ മാത്രമാണ്. സ്നേഹപൂർവ്വം പെനുവേൽ ഫൗണ്ടേഷൻ, ചാലക്കുടി.